Hello my people, my name is Iris and welcome back to my YouTube video. So today's video is prepping for Christmas. ആക്ച്വലി ഞാൻ കുറേ ദിവസം കൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഐ തിങ്ക് ഫ്രം നവംബർ ലാസ്റ്റ് തൊട്ട് ആൻഡ് ടുഡേസ് 24 ഡിസംബർ. ഇന്ന് ക്രിസ്മസ് ഈവാണ്. ഇന്നാണ് ഞാൻ ഈ ലാസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുണ്ട്. പോസ്റ്റ് ചെയ്യുമായിരിക്കും. ഈ വീഡിയോ ആക്ച്വലി നല്ല ലോങ് ആയിരിക്കും. എനിക്ക് ലൈക്ക് ഞാനിങ്ങനെ ഓരോ പോർഷൻ വെച്ചാണ് ചെയ്യുന്നത്. ആദ്യം ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കിയത്, ഷോപ്പിങ്ങിന് പോയത്, അങ്ങനെ ഓരോ പോർഷൻ വെച്ചാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ആൻഡ് ലൈക്ക് വൈൻ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 4 minutes എന്തോ ഉണ്ട്. ലൈക്ക് ഇഫ് യു ഡോണ്ട് വോണ്ട് ടു സീ ഇറ്റ്, ആക്ച്വലി അതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇൻഗ്രീഡിയൻസ് ഞാനും അല്ല മമ്മിയാണത് പറയുന്നത്. സോ അത് കാണണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ഫസ്റ്റ് 4 minutes. I think wine making ആണ്. Okay, so let's get into the video guys. നമ്മളിന്ന് മുന്തിരി വൈൻ ആണ് ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലാണ്. പിന്നെ മമ്മി വെറുതെ സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആദ്യം നമ്മൾ മുന്തിരി കഴുകി അതൊന്ന് അടർത്തി ഇതിൻ്റെ ഇതെല്ലാം കളയണം. ഗൈസ്, ഞങ്ങൾ ഇന്ന് വൈൻ മേക്കിംഗ് ആണ്. വേണ്ടി പഞ്ചസാര, സൂചിഗോതമ്പ്, ഈസ്റ്റ്, പട്ട, കറിയാമ്പ്, പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം 2 കലത്തിലായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലും ഒന്നുകൂടി ഇന്നലെ രാത്രി ക്ലീൻ ചെയ്ത് വാരി വെച്ചതാണ്. ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നടത്തി. എന്തെങ്കിലും സംസാരിക്കണേ നോക്ക്. ഞാൻ എൻ്റെ മോളെ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ വെച്ചതാണ്. കാരണം ഇതിന് വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും. മുന്തിരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട. അത്രയും നമുക്ക് വിഷാംശം നടത്തി എല്ലുകയില്ല. മുന്തിരിയിലൊക്കെ ഒരുപാട് വിഷം അടിക്കുമല്ലോ. അതെന്താ? വൈൻ കെട്ടാനായിട്ട് ഞാൻ 5 കിലോ മുന്തിരി ഉണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു 4 കിലോ ആയിട്ടുണ്ടാവുമായിരിക്കും. അതിൽ 3 കിലോയാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യണത്. വെള്ളം നമ്മൾ 5 കിലോയാണെങ്കിൽ 5 ലിറ്റർ വെള്ളമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാം. ഞാൻ 5 ലിറ്ററിൽ ഇതിൽ 3 ലിറ്ററും ഇതിൽ 1.5 ലിറ്ററും ഇതിൽ 3 ലിറ്ററും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇട്ടേക്കണത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതുണ്ട്. പിന്നെ ഇതിന് പേരില്ല. ആക്ച്വലി എനിക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ അറിയത്തില്ല. അതുകൊണ്ടാണ് മമ്മി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്പൈസസ് ഉണ്ട്. സ്പൈസസ് നമ്മൾ ഏലക്ക, പട്ട, കറിയാമ്പ്, പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, സൂചിഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നാളെ ഇടുള്ളൂ. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ തിളപ്പിച്ചാണ് ഞാൻ ഇടുന്നത്. ഒരാഴ്ചക്കുള്ള വൈനാകാൻ വേണ്ടി പഞ്ചസാര ഇടുവാണേ. ഇത്ര പോലെ ഞാൻ തുടങ്ങും. പഞ്ചസാര 3.5 ഈ വലിയ കലത്തിലും ചെറിയ കലത്തിൽ ഒരു 1.5 ഇട്ടേക്കുന്നത്.
സോ മേത്തൂർ ബസാറിലാണ് ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയത്. അവിടെ ആക്ച്വലി ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് 23 ഡിസംബറാണ്. ഈ ടൈമിലൊക്കെ പോയാൽ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആ ടൈമിൽ അവിടെ അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല, കുറച്ചുകൂടെ പീസ്ഫുൾ ആയിരുന്നു. സമാധാനമായിട്ട് എല്ലാം ഷോപ്പ് ചെയ്തു. ആൻഡ് ഈച്ച് കാര്യങ്ങളെല്ലാം അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഭയങ്കര അഫോർഡബിളാണ്. നമ്മൾ ഈ ഫ്ലീ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ദ തിങ്സ് വിച്ച് വി ഗെറ്റ് ദെയർ ആർ വെരി എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് സൈഡാണ്. സോ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു ട്രീ എടുത്തായിരുന്നു ഉള്ളിൽ വെക്കാനായിട്ട്. വീടിൻ്റെ യൂഷ്വലി ഞങ്ങൾ പുറത്ത് മാത്രമാണ് ഇത്ര നാൾ ട്രീ വെച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം എനിക്കൊരാഗ്രഹം ഉള്ളിൽ ആ ഒരു കോർണറിൽ ആ ഒരു ലിവിങ് റൂം കോസി ആക്കണമെന്ന്. സോ വി പർച്ചേസ് എ ക്രിസ്മസ് ട്രീ വീടിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ആൻഡ് കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് ഡെക്കേഴ്സ് ഓൾസോ. എന്നിട്ട് ഞങ്ങൾ പീസ്ഫുള്ളായിട്ട് മേത്തൂർ ബസാർ ഫുള്ള് കറങ്ങി നടന്ന് കാണുമായിരുന്നു. ബിക്കോസ് അത്രയ്ക്കുണ്ട് കാണാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഈ ക്രിസ്മസിന് ലൈറ്റ്സ് കാണാൻ പോവുക എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം വരും. അപ്പോൾ ആക്ച്വലി മോം വാസ് റിയലി എൻജോയിങ്. മമ്മി ഇങ്ങനെ ഓരോ സാധനങ്ങളെടുത്ത് ട്രൈ ഔട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ കാരലിങ്ങിനും ഉണ്ട്. സോ അതിന് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഈ കടയിൽ കയറിയപ്പോൾ ഷി വാസ് ട്രൈങ് ഔട്ട് ഓൾ ദീസ് തിങ്സ്. എന്നിട്ട് ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് ദീസ് ക്യൂട്ട് ടൈനി പീസസ്. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇത് വെച്ചാൽ തന്നെ എന്തൊരു രസം, എന്തൊരു ഭംഗിയായിരിക്കും. സോ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ മേത്തൂർ ബസാറിൽ പോയിട്ടില്ലാത്തവരും ലൈറ്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളവർക്കും വേണ്ടി ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്ര ഞാൻ എല്ലാ വീഡിയോസിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഓൾ മൈ ക്ലിപ്സ് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ഫോർ യു. ഞാൻ ഇന്നലെ മേത്തൂർ ബസാറിൽ പോയി കുറച്ച് ക്രിസ്മസ് ഡെക്കോർ മേടിച്ചു. സോ അതിൻ്റെ ഹോളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൽ നിറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് ഓരോ ഐറ്റംസും ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ക്രിസ്മസ് ഡെക്കോർ ഹോൾ. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. സോ ആദ്യം ഞങ്ങൾ അവിടെ നിന്നൊരു ഇത് മേടിച്ചു. ഇത് മറ്റേ ട്രീൻ്റെ മേലെ വെക്കുന്ന ഒരു സ്റ്റാറാണത്. ഐ ബോട്ട് ദീസ് സ്നോ ഹൗസസ്. ഭയങ്കര പ്രിട്ടി ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്, എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അത് മേത്തൂർ ബസാറിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് ആ റേറ്റ് കിട്ടിയത്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ പാക്ക് ഓഫ് മെനി തിങ്സ്. അതിനകത്ത് ബോൾ ഉണ്ട്, ബെല്ലുണ്ട്, ഒരു സാന്താക്ലോസ് ഉണ്ട്, പിന്നെ മറ്റേ വടി അതുണ്ട്. അതിൻ്റെ വലിയ വേർഷനാണിത്, അത് ഞാൻ കാണിക്കാം. ഓക്കെ, പിന്നെ വി ഗോട്ട് ദിസ് എന്താ ഇതിനെ പറയുക, മാല എന്നൊക്കെ മലയാളത്തിൽ പറയാം. ഇതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇത് മറ്റേ TV സ്റ്റാൻഡിൻ്റെ ചുറ്റിനും കൊടുക്കാനാണ് ഈ സാധനം ഞാൻ മേടിച്ചത്. സ്നോ വീണ പോലത്തെ ഒരു സാധനവും ഞാൻ മേടിച്ചു. ഇത് ഞാൻ മേടിച്ചത് ആക്ച്വലി നമ്മുടെ സ്റ്റെയറിൻ്റെ റെയിലില്ലേ, അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ചുറ്റി ഇങ്ങനെ വെക്കാനാണ് ഞാൻ ഇത് മേടിച്ചത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദിസ് ബോൾസ്. ഇത് എന്ത് കളറാ, ഒരു ലാവൻഡർ ഷെയ്ഡിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോൾസ് ഉണ്ട് ഇതിൽ. ഒരു കുഞ്ഞ് സ്നോമാൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉണ്ട്, 3 ഉള്ളത്. പിന്നെ ഐ ഗോട്ട് ദീസ് റെയിൻഡിയർ, ഒരു പാക്ക് ഓഫ് 4, 4 ഒരു ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. അത് ഇതിൻ്റെ ഒരു വലുത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് എവിടെയാണോ. ഇങ്ങനത്തെ ചെറി മേടിച്ചു. ഇതിങ്ങനെ നമ്മുടെ ട്രീയിൽ ഇങ്ങനെ വെക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ഇതിൽ ഇപ്പോൾ ഈ സാധനത്തിന്മേൽ ഇങ്ങനെ ഇത് വരുമ്പോൾ ഇറ്റ് ലുക്സ് പ്രിറ്റി. ഒരു വേറൊരു നല്ല രസമല്ലേ ഇങ്ങനെ വരുമ്പോൾ. ഇതിങ്ങനെ ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അതിനാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് ഞാൻ കുറച്ച് അധികം മേടിച്ചായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഒരു സിംഗിൾ
ചെറി ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇത് ആക്ച്വലി കമ്മലായിട്ട് ഇടാം കേട്ടോ. ദിസ് ഇസ് ദ വൺ ഐ ടോൾഡ്. ഇതാണ് മറ്റേ സ്ലേഡിയർ. ഇത് തുറന്ന് ഞാൻ കാണിക്കണോ? കാണുന്നുണ്ടോ? ഇതിൻ്റെ ഈ ഐറ്റംസിനൊക്കെ ക്ലോസ് അപ്പ് വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി അവിടെ മേത്ര ബസാറിൽ കുറേ അടിപൊളി റീത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി ഞങ്ങൾക്ക് റീത്ത് ഉണ്ട്. ഞങ്ങളുടെ പക്ഷെ വലിയ രസമൊന്നുമില്ല. ഇവിടെ എവിടെയൊന്നും ഇരിപ്പുണ്ട്. ഒരു സിമ്പിൾ റീത്താണ് ഇവിടെ പോലെ. എനിക്ക് മേടിക്കുന്നുണ്ടായി, പക്ഷെ മമ്മി സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും മേടിച്ചില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് പകരം എനിക്ക് ഇതാ മമ്മി എനിക്ക് മേടിച്ചത്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. And then we got the Santa Claus. വലിയ സാന്റ. പുള്ളിനെ കാണാനൊരു പേടി ലുക്ക് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, ട്രീലിടുമ്പോൾ അത് വലിയ അറിയത്തില്ലായിരിക്കും. And then I got these hangings. ഇത് എന്തിനാ മേടിച്ചതെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി ഈ ഒരു സാധനം ഞാൻ മേടിച്ചായിരുന്നു. ഇതിങ്ങനെ തുറന്നെടുക്കുക. ഇത് 2 മീറ്റർ ഉണ്ട്. ഇത് മേടിച്ചത് നമ്മുടെ ഫ്രണ്ട് ഡോറില്ലേ, ഈ ഡോറിൻ്റെ ആ ഒരു ആർച്ച് വരില്ലേ, അവിടെ ഇങ്ങനെ ഈ സാധനം വെക്കാനാണ്. എന്നിട്ട് നമ്മൾ അതിൽ ചെറിയും ഡെക്കോസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു എൻട്രൻസ് നല്ല രസമായിരിക്കില്ലേ. സോ അതാണ് അത് മേടിച്ചത്. പിന്നെ ഐ ഗോട്ട് ദ സ്റ്റാർ. ഒരു വോം ലൈറ്റ് സ്റ്റാർ ആണത്. ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലിട്ട് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ മര്യാദയ്ക്കൊന്ന്. കാണുന്നില്ലെങ്കിൽ ഞാൻ വേറെ ക്ലിപ്പായിട്ട് എന്തായാലും ആഡ് ചെയ്യാം. പിന്നെ ഇത് ദിസ് ഇസ് ഞങ്ങളുടെ കാരലിംഗ് കിറ്റാണ്. കാരലിംഗ് കിറ്റ് എന്നൊക്കെ പറയാം. കരോള് പോവാണെന്ന് നമ്മൾ പറയും സാധാരണക്കാര്. പിന്നെ സ്റ്റൈലിൽ നമുക്ക് കാരലിംഗ് എന്നൊക്കെ പറയാം. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ഈ പ്രാവശ്യത്തെ പപ്പാനി. സോ അതിൻ്റെ സാധനങ്ങളാണിത്. ഹാറ്റ്, ക്രിസ്മസ് ഹാറ്റ്. അതിനുണ്ട് ഗൈസ്. ഇത് 2 ഉണ്ട്, അവക്കും ഉണ്ട്. വി ഗോട്ട് ദിസ് ബാഗ്. ഇത് മറ്റേ നമ്മൾ കരോള് പോകുമ്പോൾ മറ്റേ കാശ് മേടിക്കാനുള്ള സാധനമാണ്. ഞങ്ങൾ 2 മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ചോക്ലേറ്റ്, ഇതിൽ ചോക്ലേറ്റ്സ്, മറ്റേതിൽ കാശ് മേടിക്കാനാണ് ഗൈസ്. കിട്ടുന്ന കാശ് വെച്ച് ഞങ്ങൾക്ക് ട്രിപ്പ് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ഒരു പുതിയ ട്രീ മേടിച്ചു. ട്രീ വെക്കുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇത് പുറത്തോട്ട് എടുത്താൽ പിന്നെ എനിക്ക് വെക്കാൻ അറിയത്തില്ല. ഒരു ട്രീ, ഇത് വലിയ ട്രീ അല്ല, ഒരു കുഞ്ഞു ട്രീ. എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈറ്റ് വരുന്ന ഒരു ട്രീ ആണ്. ഇത് എന്തിനാ മേടിച്ചെന്ന് വെച്ചാൽ ഉള്ളിൽ വെക്കാനാണ്. വലിയ ട്രീ പുറത്തും ഈ സ്നോ ട്രീ. ഇതിങ്ങനെ സ്നോ ഉണ്ടോ, സ്നോ വന്നിരിക്കുന്ന പോലെ നല്ല രസമായി ട്രീ. ഇതങ്ങനെ ഡിസ്പ്ലേ ഇട്ടേക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ മേടിച്ചതാ. ഇത് ഉള്ളിൽ വെക്കാനാ. വലിയ ട്രീ ഉണ്ട്, അത് പുറത്ത് വയ്ക്കാൻ. അപ്പൊ ഇത്രയാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ ലൈറ്റ് മേടിച്ചു. സീരീസ് ലൈറ്റ് അല്ലേ, അത് മേടിച്ചു. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലൈറ്റ് ആണ് ഞങ്ങൾ ഈ പ്രാവശ്യം മേടിച്ചത്. ഇങ്ങനെ ഒരു സർക്കിൾ ബൾബ് പോലെ ഇരിക്കും. നല്ല രസമായത്. വോം കളർ വോം ലൈറ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ മേത്ര ബസാറിൽ പോയപ്പോൾ മേടിച്ചത്. ഞങ്ങൾക്ക് ആക്ച്വലി കുറേ സാധനങ്ങളുണ്ട്. കഴിഞ്ഞ കൊല്ലം എല്ലാ കൊല്ലവും എന്തെങ്കിലുമൊക്കെ മേടിക്കും ചേച്ചി. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇത്രയാണ് മേടിച്ചത്. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ ക്രിസ്മസിന് പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ. That's all. Bye. Hi guys. I'm so excited. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ നെയിൽസ് ചെയ്യാൻ പോവാണ്. ആൻഡ് ക്രിസ്മസ് നെയിൽസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഫ്രഞ്ച് നെയിൽസ് ഒരുമാതിരി പോയി ഇങ്ങനെയായി, കോലം കെട്ടു. അത് കളയാറായി. എൻ്റെ ക്രിസ്മസ് ഡെക്കോറൊക്കെ നോക്കൂ. എൻ്റെ ക്രിസ്മസ് ട്രീ നോക്കൂ. ഹാഫ് ഡൺ ട്രീ. ബാക്കിലെ ഡെക്കോർ നോക്കൂ. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഗായ്സ്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ടുഡേ. നെയിൽസ് ചെയ്യാൻ പോണ ഔട്ട്ഫിറ്റ് ഇതാണ് ഗായ്സ്. ഓക്കെ. സോ എവിടെയാണ് പോണേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ സ്ഥലത്തല്ല പോണേ. പ്രാവശ്യം എവിടെയാ ഓഫറുണ്ട്. കടവന്ത്രയിൽ ഒരു സലൂണാണ്. എനിക്ക് ഭയങ്കര കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഓഫർ കണ്ടപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് പോയതാണ്. പക്ഷേ ഐ റിയലി വോണ്ടഡ് ടു ഡു ദി ക്രിസ്മസ് നെയിൽസ്. ഒരു റെഡ് കളറിൽ, റെഡല്ല, ഒരു ബർഗണ്ടി അല്ലെങ്കിൽ ഒരു മെറൂണിഷ് ഇതാണ്. പക്ക എനിക്ക് റെഡ് വേണ്ട. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഊബർ വരാൻ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട് അവളുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്.
എൻ്റെ ക്രിസ്മസ് ഡെക്കേഴ്സ് എടുക്കുന്നുണ്ട്. പൊരിയല്ലേ. ഊബർ ഭയങ്കര ലേറ്റാണ്. എനിക്ക് ഉച്ചയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. സോ so this is my look to get my nails done. അമ്മയും പപ്പയും കേക്ക് മേടിക്കാൻ പോയി, ഗിഫ്റ്റ് മേടിക്കാൻ പോയി, പിന്നെ ലൈറ്റ്സ് മേടിക്കാൻ പോയി. പിന്നെ ഈ ട്രീ ഉണ്ടോ, ഈ ട്രീയിൽ താഴെ മാത്രം ലൈറ്റ് ഇല്ല. സോ ആ ലൈറ്റ് ചീത്തായി പോയി, അത് മേടിക്കാൻ പോയതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെറ്റിംഗ് മൈ നെയിൽസ് ഡൺ. വണ്ടി എന്താ വരാത്ത? നിന്നൊന്നും മനുഷ്യൻ കൈവേദന എടുക്കുന്നു. അയ്യോ, ഈ നെയിൽസിൻ്റെ ഇടയിൽ ഹെയർ കയറിയ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ടൈം ടു റിമൂവ് ദ നെയിൽസ്. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി റെഡ് നെയിൽസ് അല്ലെങ്കിൽ സം ക്രിസ്മസ് നെയിൽസ് ചെയ്യാനാണ് ഞാൻ പോയത്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റെഡ് ചെയ്യത്തില്ല, ബട്ട് സംതിങ് സിമിലർ ടു ക്രിസ്മസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഓപ്ഷൻസ് കണ്ടപ്പോൾ ഐ സെലക്റ്റഡ് സംതിങ് വിച്ച് ഇസ് വെരി ഗ്ലിറ്ററി റെഡ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഭയങ്കര ഗ്ലിറ്റേഴ്സിനോട് എപ്പോഴും ഞാൻ ഭയങ്കര അട്രാക്റ്റഡ് ആവും. പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. പിന്നെ ഒരു സിൽവറും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് ഐ വോണ്ടഡ് ടു ഡു സംതിങ് റെഡ് അല്ലെങ്കിൽ സിമിലർ ടു റെഡ് ബർഗണ്ടിയോ അങ്ങനത്തെ. പക്ഷേ എനിക്ക് ഈ ഒരു കളറാണ് ഗ്ലിറ്ററിൽ ഇഷ്ടമായത്. സോ ഐ എൻഡഡ് അപ്പ് ഡൂയിങ് ദിസ് വൺ. ആൻഡ് ടു ടോക്ക് അബൌട്ട് ദ ഷേപ്പ് ഓഫ് ദ നെയിൽസ്, എനിക്ക് ആക്ച്വലി സ്ക്വയർ നെയിൽസ് ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നത് സ്ക്വയർ നെയിൽസിൻ്റെ കയ്യിൽ ചേരില്ല എന്നാണ്. ബട്ട് ദെൻ ഐ റിയലി വോണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദി ഫസ്റ്റ് വൺ. കോഫിനാണ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത്, അതുകൊണ്ട് ഞാൻ സ്ക്വയർ നെയിൽസ് ചെയ്തു. എനിക്ക് ആക്ച്വലി വലിയ ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കെ. കോഫിൻ തന്നെ ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു. ഇവിടെ വാ, ലൈറ്റിൻ്റെ ഇവിടെ വാ. മൈ ക്രിസ്മസ് ട്രീ, മൈ ക്രിസ്മസ് ഗേൾസ്. നാട്ടിലെന്തോ ഒരു മെസ്സ് ഉള്ളത്. ഗായ്സ്, ഞങ്ങൾ കാരലിങ്ങിന് പോവാണ്. ഗേൾസ് നൈറ്റ്. ഞങ്ങൾ ഇവിടെ പോവാ. കരോളുമാണ് ഗൈസ്. Ding ding ding.
കുഴപ്പമുണ്ടല്ലോ. ഇന്ന് എന്നാ ദിവസം എന്നറിയോ? ടുഡേ ഈസ് 23rd December ആൻഡ് ടുമോറോ ഇസ് ക്രിസ്മസ് ഈവ്. നാളെ എനിക്ക് പ്രെപ്പിംഗ് ഫോർ ക്രിസ്മസ് വ്ളോഗ് ഷൂട്ട് ചെയ്ത് എനിക്ക് ഇടണമായിരുന്നു. സോ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ റൂമിൽ പെട്ടെന്ന് ചേട്ടൻ വന്നിട്ടുണ്ട്, ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. എന്നിട്ട് പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു താഴോട്ട് താഴെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെ എത്തിയപ്പോൾ I saw this. I got this. And this is not a surprise from my brother. It is from my Nathu. എൻ്റെ നാത്തുവിൻ്റെ പണിയാണിത്. ആൻഡ് ഇത് എനിക്ക് ഒറ്റയ്ക്കുള്ള സർപ്രൈസ് അല്ല, മൊത്തം ക്രിസ്മസ് സർപ്രൈസ് ആയിട്ട് ചേച്ചി തന്നതാണ്. ചേച്ചിന്നൊന്നും ഞാൻ വിളിക്കാറില്ല, ചേട്ടനെ ഞാൻ ചേട്ടാന്നൊന്നും വിളിക്കാറില്ല. എന്നാലും പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനിങ്ങനെ ചുമ്മാ എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ പയ്യെ ഓരോന്നിരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. ഐ എം സോ ഹാപ്പി. ഞാൻ വേഗം തന്നെ റെഡി ആയതേ, ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആൻഡ് ഒരു പൈജാമയാണ് താഴെ ഇട്ടേക്കുന്നത്, ഒരു ടോപ്പ് വേഗം എടുത്തിട്ട് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ. കാരണം എനിക്കിത് ഫിൽം ചെയ്യണമായിരുന്നു. ഞാൻ ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഐ എം സോ എക്സൈറ്റഡ്. ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്ക് ഈ സാധനം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ആക്ച്വലി ചേട്ടനും അറിയത്തില്ലായിരുന്നു, ചേട്ടനും കൂടെയുള്ള സർപ്രൈസ്. പക്ഷേ ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ ഐ എം അൺബോക്സിങ് ഇറ്റ് റൈറ്റ് നൗ. കാരണം എനിക്കത് തുറന്ന് എനിക്ക് കാണാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ പോയി അവരുടെ റിയാക്ഷനും എടുത്ത് ചേച്ചിനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. സോ റൈറ്റ് നൗ ഞാൻ അൺബോക്സ് ചെയ്യട്ടെ ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ് ടു ഓപ്പൺ ദിസ്. എനിക്ക് അറിയത്തില്ല, ഇതൊരു ഹാമ്പറാണ്. ഞാൻ കാണിച്ചു തരാം. Yeah, it's like a Christmas hamper. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവും ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ. എനിക്ക് അറിയത്തില്ല, അയ്യോ എനിക്കിത് ഓപ്പൺ ചെയ്യണം. സോ നമുക്ക് ഒന്നിച്ച് ഈ ഹാമ്പർ അൺബോക്സ് ചെയ്യാം, തുറക്കാം, ചേച്ചിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചേച്ചിക്ക് സന്തോഷമാവും. ചേച്ചിയല്ല, നാത്തു. സോ മൈ നാത്തുൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഐ എം എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കഴിഞ്ഞ ക്രിസ്മസിന് എനിക്കിങ്ങനെ ഒരു സർപ്രൈസ് കിട്ടി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പിങ്കി ഫ്രം UK. അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് ആക്ച്വലി ഈ ക്രിസ്മസിന് 2-3 ഗിഫ്റ്റ് കിട്ടി. ഞാൻ അതിൻ്റെ വ്ളോഗിൽ ഞാൻ ഇതുവരെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല. നാളെ രാവിലെ അത് ഷൂട്ട് ചെയ്തിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ഇതും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. Hi guys, so I'm going to unbox my surprise gift hamper. എന്ത് രസമാണ്. ഞാൻ തുറന്നു. Wow, look at this. അയ്യോ, cutest gift I have ever received in my life. അയ്യോ നോക്ക്, മിഠായിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ പൊക്കി വെക്കണം, ഇങ്ങനെ ആദ്യം നമുക്ക് ഈ സാധനം എടുക്കാം. ദിസ് ഇസ് എ ക്രിസ്മസ് ആക്സസറി. തലയിൽ ഇങ്ങനെ വെക്കാൻ കരോളോ ഇപ്പോൾ വെക്കായിരുന്നു, കുറച്ചുകൂടെ ദൂരെ വെക്കണം. ഗൈസ് നമുക്ക് നെക്സ്റ്റ് സാധനം എടുക്കാം. ഫെറാറോ റോഷറിന്റെ ഒരു ബോക്സ്, ചോക്ലേറ്റ് ബോക്സ്. And there is a gift card. Sending love, joy and festive cheer to the people who will be soon be my family. Yeah. True. May this Christmas season bring you peace, health and happiness. Can't wait to celebrate many more Christmases together. Merry Christmas, Leon, Papa, Mummy and Minnus. ഞാനാണ് ഗൈസ് മിന്നൂസ്. എൻ്റെ വീട്ടിൽ മിന്നു എന്നാണ് വിളിക്കുന്നത്. With love, Lachu and fam. ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. ക്യാൻഡിൽ. ഇതൊക്കെ ഒന്ന് കത്തിച്ചിട വയ്ക്കാം. ക്രിസ്മസ് ക്യാൻഡിൽ സെന്റഡ് ആട്ടോ. What is this? Christmas cookies. And I think this is the best Christmas gift like someone can give another person. ഒരു like complete Christmas
അയ്യോ ഫോക്കസ് പോയി. കംപ്ലീറ്റ് ക്രിസ്മസ് കിറ്റ് ഇന്നത്തെ എല്ലാം ഉണ്ട്. അയ്യോ കുക്കീസ്, എനിക്ക് ഇത് ജാർ ഇഷ്ടപ്പെട്ടു. ദ വേ ദേ ഹാവ് ഡെക്കറേറ്റഡ് ഇറ്റ് ഇസ് സോ ക്യൂട്ട്. ഭയങ്കര അടിപൊളി. നെക്സ്റ്റ് ഇതെന്താ, ഇത് മറ്റേ, അയ്യോ ഇത് കുറച്ച് പൊടിഞ്ഞു പോയി, ബട്ട് ആറ്റ്സ് ഓക്കെ, അതിങ്ങനെ വരുന്നതല്ലേ. ഇതെന്താ, ഇതിന്റെ പേരെന്തായിരുന്നു? മാക്രോൺസ്. മാക്രോൺസ്. ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി ഉണ്ട്. ആൻഡ് ദെൻ ഒരു സാന്റക്ലോസിന്റെ ഒരു സ്റ്റാച്യു പോലത്തെ സാധനം. ഇറ്റ്സ് ക്യൂട്ട്. ഞാൻ സിനിമാറ്റിക് എന്ന് മാറ്റി സാധാ വീഡിയോ എടുത്തു. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു രാത്രി സിനിമാറ്റിക് വരെയൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇതാണ് ആ സ്റ്റാച്യു. കൊള്ളാനെ നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാം നാളെ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഈ ബാസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായി. ദർ ഇസ് എ ക്യൂട്ട് ബോ, നോക്ക്, ആൻഡ് ദ ഹോൾ ബാസ്ക്കറ്റ് ഇസ് സോ ഗുഡ്. ഇത് മറ്റേ നമ്മൾ ക്രിസ്മസിൽ ഇവിടെ വെക്കില്ലേ, ഉണ്ണീശോനെ വെക്കാൻ, ആ സാധനം പോലെ. ആൻഡ് ലെറ്റ്സ് ഓപ്പൺ ദിസ് ലാസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ്. എന്താ നോക്കാം. മഗ്ഗാണെന്ന് തോന്നണു. യെസ്, എൻ്റെ ഗെസ് കറക്റ്റായി. ക്രിസ്മസ് മഗ് കൊള്ളാം. അയ്യോ എനിക്കിതിൽ ചായ കുടിക്കണം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് മൈ ലെച്ചു ആൻഡ് ഫാമിലി. ദിസ് വാസ് സപ്പോസ് ടു ബി ഓപ്പൺ ബൈ മൈ ബ്രദർ, പക്ഷേ ഞാനത് ഓപ്പൺ ചെയ്തു. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഗിഫ്റ്റാ. ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും കൂടെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാ. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ടു നാത്തു ആൻഡ് ഫാമിലി. ഗായ്സ്, ഞാനത് ഇങ്ങനെ തന്നെ പാക്ക് ചെയ്ത് താഴെ മമ്മീനെയും ഈ സാധനം വന്നപ്പോ ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് വിചാരിച്ച ചേട്ടന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നാ. ചില ആൾക്കാർ അങ്ങനെയൊന്നും ആലോചിക്കത്തില്ല. ചേട്ടൻ അങ്ങനെയൊന്നും ആലോചിക്കത്തില്ല സർപ്രൈസ് കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനും കൊടുക്കാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ചേട്ടനും മമ്മിക്കും പാപ്പയ്ക്കും ഒക്കെ ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റ്. അതിൻ്റെ പാക്കിംഗ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് യു നോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു, ഞാൻ ആ മേടിച്ച ഗിഫ്റ്റൊക്കെ ഞാൻ ക്രിസ്മസ് ട്രീൻ്റെ അടിയിൽ വെക്കും. ആൻഡ് അവർ ക്രിസ്മസ് ഈവിന് പോണേനും എന്നെ ദേ ഷുഡ് യു നോ സീ ദ ഗിഫ്റ്റ്സ് അണ്ടർ ദ ട്രീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലൈക്ക് കുഞ്ഞിലെ മുതൽ ഇറ്റ് ഈസ് ലൈക്ക് എ ഫാൻറ്റസി ഫോർ മീ. ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് വേണം. എനിക്ക് ഇപ്പോഴും വേണം. ഞാൻ ഇപ്പോഴും ലൈക്ക് അറ്റ് ദിസ് ഏജ് ഐ എം 22, ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യും 25th രാവിലെ എണീക്കുമ്പോൾ ഗിഫ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യും. ആൻഡ് ഐ ടെൽ മോം എനിക്ക് ഈ പ്രാവശ്യം ഗിഫ്റ്റ് വേണം, റാപ്പ് ചെയ്ത് അതിൻ്റെ അടിയിൽ വയ്ക്കണം. ഷീ ഡിഡ് ദാറ്റ്. ഈ വർഷം മമ്മി അത് ചെയ്തു. പക്ഷെ 25-ാം തീയതി അല്ല, അതിന് മുന്നേ മമ്മി അത് ചെയ്തു. ഞാൻ ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ എന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. സോ ഈവൻ ഐ എം ഗോണ ഡു ഡു ദ സെയിം. നിങ്ങളും നിങ്ങളുടെ ലവ്ഡ് വൺസിന് ഈ ക്രിസ്മസിന് ലൈക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച്, എന്താ ഒരു സിമ്പിൾ ഗിഫ്റ്റ്, വലിയ എക്സ്പെൻസീവ് വേണമെന്നൊന്നുമില്ല, ഒരു ഗിഫ്റ്റ് മേടിച്ച് നല്ലോണം റാപ്പ് ചെയ്ത് ആ ട്രീൻ്റെ അടിയിൽ കൊണ്ടുവച്ച് രാവിലെ എണീറ്റ് 25th മോർണിംഗ് ആ കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ വലിയ ഗിഫ്റ്റ് ഒന്നും വേണമെന്നില്ല. അതങ്ങനെ നമ്മൾ ഉറക്കെണീറ്റ് വരുമ്പോൾ ആ ട്രീൻ്റെ അടിയിൽ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ ദാറ്റ് ഈസ് ഗോണ മേക്ക് ദറ്റ് പേഴ്സൺസ് ഡേ. ലൈക്ക് എനിക്കിപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇത്രയും വലുതാന്ന് പറഞ്ഞാലും ഐ ലവ് ഗിഫ്റ്റ്. എല്ലാവർക്കും അങ്ങനെ. ഇപ്പം ഈ സാധനം വന്നപ്പോൾ മമ്മി എന്നോട് അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നാ ചേട്ടന്. പക്ഷെ ചേട്ടനല്ല, ചേച്ചിയാണ്. മമ്മി എന്നോട് ചോദിക്കും അപ്പോൾ എനിക്കൊന്നും ഇല്ലേന്ന്. മമ്മി എന്നെ പോലെ തന്നെയാണ്. മമ്മിക്കും ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ തിങ്ക് എല്ലാവരും അങ്ങനെയാണ്. ഈ ദിസ് പോർഷൻ ഇത്രേ ഉള്ളൂ. ബൈ. റൈറ്റ് നൗ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. പാപ്പയ്ക്കും മമ്മിക്കും ചേട്ടനും ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. സോ അത് നമ്മളിപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ്. എന്താ മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. ബെല്ല വീറ്റേൻ്റെ സിയോ മാൻ്റെ ഒരു പെർഫ്യൂമാണ് ഞാൻ പാപ്പയ്ക്ക് മേടിച്ചത്. ഇപ്പം നമുക്ക് ഇനി ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. ചേട്ടനൊരു ടീഷർട്ടാണ് ഞാൻ മേടിച്ചത്, ബോങ്കേഴ്സിൻ്റെ. ആൻഡ് ഫോർ മോം ഞാൻ ഓൾറെഡി മമ്മിക്ക് ഗിഫ്റ്റ് ചെയ്തു ഒരു പെർഫ്യൂം. ചേട്ടൻ്റെ ശല്യപ്പെടുത്താൻ വന്നു ഗൈസ്. അത് നേരത്തെ കൊടുത്തോണ്ട് ഐ റിയലി വോണ്ടഡ് ടു ഗിഫ്റ്റ് സംതിങ് റാപ്ഡ് ഇൻ പേപ്പർ, എന്നിട്ട് ട്രീൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വേറൊരു ഗിഫ്റ്റും കൂടെ മേടിച്ചു. ഐ തോട്ട് ചെരുപ്പ് മേടിക്കാമെന്ന്. ബാഗ് മേടിക്കാനാണ് ഞാൻ ഇന്ന് പോയത്, പക്ഷേ എനിക്ക് ബാഗ് കിട്ടിയില്ല. നല്ല ബാഗൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു ചെരുപ്പ് മേടിച്ചു, നല്ലൊരു വൈറ്റ് സാൻഡൽസ്. അത് ഷോ ചെയ്യും. എനിക്കിഷ്ടമായി. മമ്മിക്ക് ചെരുപ്പ് ഉണ്ട് എന്നാലും
ഒരെണ്ണം കൂടി ഇരിക്കട്ടെ ഗൈസ്. ഇതാണ് എൻ്റെ ചേട്ടൻ്റെ ടീഷർട്ട്. ദിസ് ഇസ് ചേട്ടനെ ഞാൻ കൊടുക്കുന്ന ടീഷർട്ട്. സോ നമുക്ക് ഈ ഗിഫ്റ്റ് പേപ്പർ, ഇത് ആക്ച്വലി ഞങ്ങൾ ക്യാരോളോ ഇപ്പോൾ എന്താ ഗിഫ്റ്റ്സ് റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്തതാണ്. അപ്പം അതിൽ നിന്ന് ബാലൻസ് വന്നപ്പോൾ ഞാൻ അത് തന്നെ എടുത്തു, വേറെ മേടിച്ചു. കാരലിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. എല്ലാവർക്കും ഒരു ബൈബിൾ വെച്ച് കൊടുത്തായിരുന്നു. സോ അതിൽ നിന്ന് ഇതും ബാക്കി വന്നു. സോ അത് വെച്ച് തന്നെ നമുക്ക് ഗിഫ്റ്റ്സ് ചെയ്യാം. സോ ഞാൻ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഭംഗി നല്ല ഭയങ്കര നീറ്റായിട്ടൊന്നും റാപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ദിസ് ഇസ് ഫോർ മൈ ഡാഡ്, ദിസ് ഇസ് ഫോർ മൈ മോം, ദിസ് ഇസ് ഫോർ മൈ ബ്രദർ. ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഓക്കെ, ഇനി നമുക്കിത് ട്രീൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കാം. എനിക്ക് ആക്ച്വലി ക്രിസ്മസ് 25th അന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ ട്രീൻ്റെ അടിയിലാണ് ആക്ച്വലി ഗിഫ്റ്റ് കാണേണ്ടത്. പക്ഷേ ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ മമ്മിക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ. ഐ മീൻ ഇന്ന് ഓഫ് കോഴ്സ് ഡിന്നർ കഴിക്കാൻ പോകും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ ഇടണമെങ്കിൽ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐ എം ഗിഫ്റ്റിംഗ് ദം ടുഡേ. ഐ മീൻ റൈറ്റ് നൗ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവയ്ക്കും, അവർ നോട്ടീസ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചോളും. സോ ദാറ്റ്സ് ദ പ്ലാൻ. ഇനി ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഇങ്ങോട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ആൻഡ് നൗ ഐ എം ഗോയിങ് ടു ഷോ another surprise which I received for this Christmas. Wait a minute. Guys, ഇതാണ് ആ സാധനം. ഇതെനിക്ക് ആരാ തന്നതെന്ന് വെച്ചാൽ, ഇതെനിക്ക് പാറും ബിന്ദു ആൻറ്റിയും കൂടെ തന്നതാണ്. എൻ്റെ ക്രിസ്മസ് അടുത്ത ക്രിസ്മസ് വീഡിയോ, ലൈക്ക് ദിസ് ഇസ് ലൈക്ക് prepping for Christmas, ആൻഡ് അത് നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട് വിച്ച് ഇസ് മൈ ക്രിസ്മസ് വ്ളോഗ്. അതിൽ ലൈക്ക് കുറേ ഞങ്ങൾ ക്രിസ്മസ് ബ്രഞ്ച് കഴിക്കാൻ, ഐ മീൻ ഏർലി ബ്രഞ്ച് കഴിക്കാൻ പോയതൊക്കെ ബിന്ദു ആൻഡ്രയും പാറുവിൻ്റെ ഒപ്പമാണ്. ഐ ബി സൂൺ അപ്ലോഡിങ് ഇറ്റ്. ആൻഡ് ദ ഗിഫ്റ്റ് ഇസ് അഞ്ചരാട്ടാ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു. ഇത് കണ്ടോ, ഞാനത് യൂസ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. ഇറ്റ് ഇസ് സോ ഗുഡ്. ബ്ലോ ബ്രഷാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഇസ് റിയലി കൺവീനിയൻറ്റ് ആൻഡ് റിയലി യൂസ്ഫുൾ. ഫ്രം മിനിസോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിസോയിലെ സാധനങ്ങൾ. ഇതെനിക്ക് this is something which I got for this Christmas. ഭയങ്കര ക്യൂട്ട് അല്ലേ ഈ ബോട്ടിൽ. this thing ഞാനിത് this is like എൻ്റെ ആക്ച്വലി ഭയങ്കര ചബ്ബി ഫേസ് ആണ്. എൻ്റെ കുറച്ചേലും മുഖത്തിൻ്റെ വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ്. ഞാനിങ്ങനെ ചെയ്ത് ആണ് വണ്ണം കുറയും, ആക്ച്വലി കുറയും. പിന്നെ I got these tweezer ഇല്ലേ, and I got this. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഇടുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഞാൻ ഇടും, എനിക്കിഷ്ടമാണ്. ഹായ്, എന്താ ഇതൊക്കെ ഞാൻ ഇടുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഇടും, എനിക്കിഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോട്ടൺ പാഡ്സിൻ്റെ ഒരു സെറ്റ് എല്ലാമാണ് എനിക്ക് മിനിസോന്ന് കിട്ടിയത്. ആൻഡ് ഓൾസോ മോം എനിക്കൊരു ഗിഫ്റ്റ് തന്നായിരുന്നു. മമ്മി എനിക്കൊരു ബാഗ്, ഒരു ഗോൾഡൻ ഹാൻഡ് ബാഗ്. ഇവിടെ ഇല്ല, താഴെ ഇരിക്കുകയാണ്. ഐ വിൽ ഷോ യു. ഓക്കെ, ഹായ് ഗൈസ്. സോ ഈ ബാഗാണ് എനിക്ക് മമ്മി ക്രിസ്മസിന് മേടിച്ചു തന്നത്. വയ്യ, സ്റ്റെപ്പ് കയറിയിട്ട് ശ്വാസം മുട്ടുന്നു. വെയിറ്റ് കൂടി സാരല്ല, ക്രിസ്മസ് അല്ലേ. ക്രിസ്മസിന് വെയിറ്റ് കൂടാത്ത ആൾക്കാരുണ്ടോ? ക്രിസ്മസിന് വണ്ണം വയ്ക്കത്തില്ലേ? ഞാൻ ക്രിസ്മസിന് വണ്ണം വയ്ക്കും. ദിസ് ഇസ് മൈ ഗിഫ്റ്റ് ഫ്രം മൈ മോം. നോക്ക്, ഇറ്റ്സ് എ വെരി ഗോൾഡൻ ബാഗ്. അയ്യോ, ഈ ബാഗാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മമ്മി ക്രിസ്മസ് ട്രീൻ്റെ അടിയിൽ വെച്ച് എനിക്ക് തന്നു. ഐ ലൈക്ക് ദ ബാഗ് വെരി മച്ച്. സോ ഇത്രയാണ് എനിക്ക് ക്രിസ്മസിന് ഈ പ്രാവശ്യം കിട്ടിയ ഗിഫ്റ്റ്. എൻ്റെ കൂടെ ഉള്ള, എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെ എനിക്ക് കിട്ടിയതിൽ ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ.
And please guys, please manifest. Manifestation is a thing. Vision board ഉണ്ടാവണം. Like 2025, have yourself a vision board. Collect everything that you want. Pinterest നിന്ന് collect ചെയ്യുക, collage ഉണ്ടാക്കുക, wallpaper ആയിട്ട് ഇടുക. You know, it is definitely gonna work out. It is definitely gonna work out. And if you guys want me to do a video on how to make a vision board, please do comment down below. I will be definitely doing it. കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഈ ബുക്ക് ഒരു നോട്ട് പാഡ് ഉണ്ടാക്കി നോട്ട് പാഡിൽ എഴുതി വെക്കുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. എനിക്ക് അങ്ങനത്തെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ റൈറ്റ് ഡൗൺ എവറി സിംഗിൾ തിങ്. ഐ ലവ് ടു ഡു ദാറ്റ്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഫീലാണ്. ലൈക്ക് നമ്മൾ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് ഇങ്ങനെ ടിക്ക് ചെയ്ത് താഴെ വരെ എത്തുമ്പോൾ ആ ലിസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റീവ് ഫീൽ വരും. That's just awesome. And you know, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ your life is gonna be very beautiful. Trust me guys, your life is gonna be very beautiful. So this is my Christmas prepping vlog. ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് പ്രിപ്പറേഷൻസ്. I hope you guys enjoyed my video. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, എന്താണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ആൻഡ് ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് അടുത്ത വീഡിയോയിൽ ശരിയായിട്ട് വരുന്നതായിരിക്കും. So that's all. Thank you for watching my video guys. Bye bye. Take care.